മുത്തശ്ശി ചൊല്ലൊരു മുത്താണേ കാതിൽ കേളുങ്ങണ സത്താണേ മണ്ണിൽ മയങ്ങണ വിത്താണേ മനസ്സിൽ കായ്ച്ചൊരു കായാണേ മുത്താണേ സത്താണേ വിത്താണേ കായാണേ മുത്തശ്ശി ചൊല്ലൊരു മുത്താണേ കാതിൽ കേളുങ്ങണ സത്താണേ. കൊള്ളാമോ? പാട്ട് കൊള്ളാം. അച്ഛാ, മുത്തശ്ശി ചൊല്ലു മാത്രമല്ലല്ലോ, മുത്തശ്ശി കഥകള് മുത്തല്ലേ? പിന്നെ പഴയ ചൊല്ലുകളെല്ലാം കഥകളല്ലേ? കഥകളെല്ലാം മുത്തുകളുമാണ്. അച്ഛാ, നമുക്ക് കഥ പറഞ്ഞു കളിക്കാം. പണ്ടൊക്കെ അച്ഛൻ എത്ര കഥ പറഞ്ഞു തരും. പക്ഷെ ഇപ്പോഴൊക്കെയാണെങ്കിൽ അച്ഛൻ വഴക്കുണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ അച്ഛന് സമയം. വഴക്കുണ്ടാക്കാനാ? അച്ഛനാ? എടാ, അച്ഛൻ വഴക്കൊന്നും ഉണ്ടാക്കൂല. പിന്നെ അമ്മയും കുട്ടുമാമനായിട്ട് വഴക്കുണ്ടാക്കണതേ അതൊരു വഴക്കൊന്നുമല്ല. അത് സ്നേഹത്തിൽ നിന്നുണ്ടാവണ ചെറിയ പരിഭവങ്ങൾ, അത്രേ ഉള്ളൂ. അതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവൂല. അച്ഛാ, എന്തായാലും അമ്മ പടലും വീട്ടിലാ, മാമന്റെ കൂടെ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് കഥ പറഞ്ഞ് ഇവിടെ നല്ല സുഖമായിട്ട് ഇങ്ങോട്ട് ഇരുന്നാലോ? മക്കൾക്ക് കഥയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നല്ലാതെ. ഓ ഭാഗ്യം. ഈ കമ്പ്യൂട്ടറിന്റെ ഇന്റർനെറ്റിന്റെ ഒക്കെ യുഗത്തിലെ നിങ്ങൾക്ക് കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം. അച്ഛനാദ്യം അച്ഛന്റെ ഇലക്ട്രോണിക്സ് ലോകത്തിൽ നിന്ന് ഇറങ്ങി വാ. അച്ഛൻ എപ്പോഴും പറയാറില്ലേ, മരത്തിന്റെ തണലിലിരുന്ന് മണ്ണി ചവിട്ടി നിൽക്കും മക്കളേന്ന്. നമുക്ക് പുറത്തു പോവാ. അച്ഛാ, ഞാനും വരട്ടെ. വന്നോ, പക്ഷെ ഈ കുന്ത്രാണ്ടം കൊണ്ട് വരരുത് കേട്ടല്ലോ. ഇതെങ്ങാനും കൊണ്ട് വന്നാ ഇതെടുത്ത് ഞാൻ അപ്പുറത്തെ പാറമട കൊണ്ട് കളയും. മനുഷ്യന്മാരെ ചീത്തയാക്കാനായിട്ടുള്ള സാധനം. അച്ഛനെ പറയുന്ന നോക്കച്ചാ. എന്റെ പൊന്നിനെ ചേച്ചി അല്ല നിങ്ങള് പറഞ്ഞേ, ഫോണിനെ പറ്റിയാണ് പറഞ്ഞേ. അപ്പുറത്തെടുത്ത് കളയുമെന്ന് വെച്ച് എന്നാ ബാബുവാ. മുത്തശ്ശി മുമ്പ് നടക്ക്. മക്കളുടെ ക്യാഷ് മുമ്പ് കഥ പറയുമ്പോ കിടന്ന് ബഹളം ഉണ്ടാക്കിയാണല്ല അടിഞ്ഞ് പിടിച്ചളെ ഞാൻ. ശരി അച്ഛല്ല മുത്തശ്ശി. ശരി മുത്തശ്ശി. മുത്തശ്ശല്ല അച്ഛൻ. ഒന്ന് പോവാച്ചാ. എന്താ തപ്പണേ? ഉണ്ട്. അച്ഛാ, കഥ പറഞ്ഞോ? ഒരിടത്തൊരിടത്ത് പണ്ട് വളരെ പണ്ട് ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് പല നാടോടി കഥകളും തുടങ്ങണം. എങ്ങനെ? ഒരിടത്തൊരിടത്ത് പണ്ട് വളരെ പണ്ട് ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ മുത്തശ്ശി കഥ പറയുമ്പോഴേ ഈ കേൾക്കാതിരിക്കുന്ന കുട്ടികൾക്ക് ഒരു ഉണർവുണ്ടാവും. അവര് ശ്രദ്ധിച്ച് കേൾക്കും. അവരൊന്ന് അനങ്ങുകയോ മുത്തശ്ശിയോട് ചേർന്നിരിക്കും. എന്നിട്ട് മുത്തശ്ശി കഥ പറയുമ്പോൾ ആ കഥയുടെ കഥാഗതിക്ക് അനുസരിച്ച് കുട്ടികളുടെ മനസ്സ് ഇങ്ങനെ പോവും. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? ആകാംക്ഷയോടെ കേൾക്കുമ്പോ അവർ ചോദിക്കും, പിന്നീട് എന്ത് പറ്റി, പിന്നെന്തുണ്ടായി, അങ്ങനെ ചോദിക്കണം. അതാണ് കഥയുടെ ശക്തി. നിങ്ങളെ ഇതൊക്കെ എടുത്താണ് ഇത് വയ്ക്കണേ. ഇതൊക്കെ അച്ഛൻ തൊപ്പി വെക്കണല്ലേ? പിന്നെ അച്ഛല്ലേ രാജാവ്. ഇത് വെച്ചോ. ഇതാണ് വൽക്കലം. ഇങ്ങനെ ഇട്. വൽക്കലം. ഇത് അച്ഛൻ ഇട്ട്, ഇത് അച്ഛന്റെ സൈസിന്റെ. നമ്മൾ കഥ പറയുമ്പോഴ് നമ്മളൊക്കെ ഒരുപാട് കഥകൾ അറിയല്ലേ. പക്ഷെ എന്നാലും നമ്മൾ ആദ്യ കാവ്യമായ രാമായണത്തെ പറ്റി പറയണം. അറിയാമോ? രാമായണം കേട്ടിട്ടില്ലേ? രാമായണത്തെ പറ്റി കേട്ടിട്ടില്ലേ? അത് ത്രിമൂർത്തികൾ ഒരാളായ ആരൊക്കെയാണ് ത്രിമൂർത്തികൾ? ആരൊക്കെയാണ്? വിഷ്ണുവിന്റെ അവതാരമാണ് ആര്? ശ്രീരാമൻ. ത്രേതായുഗത്തില് മനുഷ്യനായിട്ട് അവതരിച്ച് അങ്ങോട്ട് നീക്കവേ. എന്നിട്ട് എന്തിനാണ് അവതരിച്ചെന്ന് അറിയാമോ? രാക്ഷസ രാജാവായ രാവണനെ നിഗ്രഹിക്കാൻ. രാവണൻ എന്താണ് ചെയ്തത്? രാമന്റെ ഭാര്യ വൈഫായിട്ടുള്ള സീതയെ മോഷ്ടിച്ചു. അങ്ങനെ രാമൻ കടൽ കടന്ന് രാവണനെ നിഗ്രഹിച്ചു. അതാണ് കഥ. അതിന്റെ കൂടെ നമ്മുടെ ഹനുമാനും കൂടെ പോയില്ലേ? ഹനുമാന്റെ കഥയൊക്കെ പറഞ്ഞ് കുറെ ഉണ്ട്. കുറെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ചെറുതായിട്ട് രാമായണത്തിന്റെ കഥ പറഞ്ഞു തരല്ലേ? പറഞ്ഞു നിർത്തിയത് സീതയെ വീണ്ടെടുത്തു. എന്നിട്ട് ഏറെക്കാലം രാജ്യം ഭരിച്ചു. അവസാനം ശ്രീരാമൻ എന്ത് ചെയ്തു? വൈകുണ്ഠത്തില് പ്രാപിച്ചു. ഇങ്ങനെയാണ് അനന്തശയനം. എങ്ങനെ? ഇങ്ങനെ പ്രാപിച്ചു. പിന്നെ രാമായണ കൃതി എങ്ങനെയാണ് എഴുതപ്പെട്ടെന്ന് അറിയാമോ? അറിയണം. പറഞ്ഞാ
പണ്ട് തമസാ നദിയുടെ തീരത്ത് തമസാ നദി ആ നദിയുടെ തീരത്ത് ഒരു മരത്തില് 2 ക്രൗഞ്ച പക്ഷികൾ ഇരിക്കുകയായിരുന്നു. അതിലൊന്നിനെ ഒരു വേട 50 കൊന്നു. ഇത് കണ്ടുകൊണ്ട് ആര് പറഞ്ഞു? ആര്? വാൽമീകി മഹർഷി. വാൽമീകി നിന്നെ കൊണ്ട് പറയാൻ പറ്റൂല കേട്ടാ. ആ വാൽമീകി ഇത് കണ്ടിട്ട് ഭയങ്കര ഉത്കടമായ വികാരം ഉണ്ടായി. ദുർഘടമല്ല, ഉത്കടമായ ഒരു സഹിക്കാൻ വയ്യാത്ത വിഷമമുണ്ടായി. അങ്ങനെ എഴുതിയ ശ്ലോകമാണ്, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ശ്ലോകമാണ് മാനിഷാദ. അരുത് കാട്ടാള അരുത്. ആ ഈ സമയത്ത് ആര് പ്രത്യക്ഷപ്പെട്ടെന്നറിയാം? ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഈ ശ്ലോക രൂപേണ എവരൊന്നും ഒന്നും അറിഞ്ഞുകൂടാ. ഈ ശ്ലോക രൂപേണ ഈ ശ്ലോകത്തിന്റെ ഒരു ചുവട് പിടിച്ച് ശ്രീരാമന്റെ കഥ എഴുതാൻ പറഞ്ഞു. അങ്ങനെയാണ് രാമായണം എഴുതിയത്. പിന്നെ ലെവനും കൊച്ചനും പറഞ്ഞ 2 പിള്ളേരല്ലേ? പറഞ്ഞു വരട്ടെ, ഇപ്പൊ പറഞ്ഞേ. രാമായണം എങ്ങനെയാണ് എഴുതുന്നറിയണ്ടേ? 7 കാണ്ഡങ്ങളിലായി 500 അധ്യായങ്ങളില് 24,000 ശ്ലോകങ്ങളിലാണ് വാൽമീകി രാമായണം എഴുതി തീർത്തത്. ആരെ എഴുതി തീർത്തത്? വാൽമീകി എഴുതി തീർത്തത്. കഥ ഇപ്പൊ വരണുണ്ട്. എന്നിട്ട് എന്ത് ചെയ്ത്? ശ്രീരാമൻ സീത എടുത്ത് ഒരുപാട് നാള് താമസിച്ചു. അവസാനം എന്ത് ചെയ്യുന്ന അറിയാമോ? ശ്രീരാമൻ സീത ഉപേക്ഷിച്ച്. കഷ്ടായി പോയി. അപ്പോഴാണ് നീ നേരത്തെ പറഞ്ഞില്ലേ ലെവനും കുശനും. അവർ രണ്ടുപേരും എവിടെ താമസിച്ചു? വാൽമീകിയുടെ ആശ്രമത്തിൽ താമസിച്ചു. ആ സമയം ദിഗ്വിജയത്തിനായി ദിഗ്വിജയം എന്ന് വെച്ചാൽ എല്ലാ രാജ്യവും പിടിച്ചടക്കാൻ വേണ്ടി അശ്വമേധം നടത്തി. കുതിരയെ വിട്ട്. നിന്റെ വീട്ടില് ഇതാരെങ്കിലും പിടിച്ചു കെട്ടുന്ന രാജാവുമായിട്ട് ഫൈറ്റ് ചെയ്ത് ആ രാജ്യം പിടിച്ചടക്കും. അതിന് പറഞ്ഞ ഇനി ഉണ്ട് കഥ കേട്ടാ. ഭാരതീയരുടെ പുരാണ ഗ്രന്ഥമാണ് എന്തോന്ന് രാമായണം. അടുത്ത മാസം കർക്കിടക മാസമല്ലേ, അപ്പൊ നമുക്ക് രാമായണം വായിക്കാം. അപ്പൊ കുറെ പിടി കിട്ടും കേട്ടാ. ഞാനേ അവിടെ കാപ്പി വയ്ക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ കുക്കറിൽ വെള്ളം വെച്ചിട്ട് തിളച്ച് മറിഞ്ഞാണ്, കരിഞ്ഞാണ്. ഭാഗ്യം പാത്രം കരിഞ്ഞു പറ്റിയില്ല. നല്ല മൂടായിരുന്നു. അച്ഛൻ ഓടി വന്ന് പറഞ്ഞ എല്ലാം പോയി. മക്കളെ മൂട് പിന്നെ വരുത്തല്ല എടാ. മനസ്സിൽ കഥ ഉണ്ടായിരുന്ന നമ്മളെ വിളിക്കുമ്പോ മനസ്സിൽ നിന്ന് കഥ ഇറങ്ങി വരും. അതാണ് കഥയുടെ ശക്തി. ഇതെന്തോന്നത് കാട്ടാളന്മാരെ പോലെ ഉണ്ടല്ലോ. നീയാണ് ശരിക്കും കാട്ടി പോണ്ടത്. അങ്ങനെയാണെങ്കിൽ മൃഗങ്ങൾ പോലും പേടിച്ചു. അവര് ചിന്തിക്കുന്നത് എന്ത് ജന്തുവാണോ? അല്ല നിങ്ങളുടെ ഉദ്ദേശം എന്തുവാ? കഥ കേൾക്കണം. 100,000 കഥകള് കേൾക്കണം. അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം. ആരാ കഥ പറയണ? ഞങ്ങളുടെ അച്ഛൻ. അല്ലാതെ ബെസ്റ്റ്. എന്ന് ഞാൻ പോണേട്ടാ. അയ്യോ അച്ഛൻ സൂപ്പറായിട്ട് കഥ പറയും. പിന്നെ സൂപ്പറായിട്ട് ഞങ്ങളുടെ അച്ഛൻ സൂപ്പറായിട്ട്. അച്ഛൻ എന്ത് ചെയ്താലും നിനക്ക് സൂപ്പർ അല്ലടാ. യെസ്, മൈ ഡാഡി ഈസ് മൈ ഹീറോ. ചില സമയത്ത് 0. ഞാൻ പോണു. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ അല്ല ഡാൻസ് പ്രാക്ടീസിന് പോണു. കള്ളം പറയില്ല, സത്യം പറ. നീ ഇങ്ങടെ പോണേ? ഡാൻസ് പ്രാക്ടീസിന്. എന്റെ പൊന്നു മോനെ കള്ളം പറയല്ലേ. പണ്ടൊരു കഥയുണ്ട് അറിയാല്ല. പണ്ട് ഒരു ആട്ടിട ഉണ്ടായിരുന്നു. നിന്നെ പോലെ ഇരിക്കും, കുളിക്കൊന്നുമില്ല. കുളിക്കോടെ ഊശാന്റെ അടിയൊക്കെ വെച്ച്. ആട്ടിടേ ബെർമുടയൊന്നുമില്ല, കണ്ണാടിയില്ല കേട്ടാ. തോർത്ത്. അങ്ങനെ ഒരു ആട്ടിട ഉണ്ടായിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് ചില ഭ്രാന്തളാവും നിന്നെ പോലെ. ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി അയ്യോ പുലി വരണേ എന്ന് നടന്ന് വിളിച്ച് ആൾക്കാരെല്ലാം കൂടെ ഓടിക്കൂടി. അപ്പം കൈകൊട്ടിച്ചിരിക്കുന്നു, അയ്യോ ഇവിടെ പുലിയില്ല എലിയില്ല എന്ന്. ആൾക്കാരെല്ലാം കൂടെ തിരിച്ചു പോയി. പിന്നെ ഒരു ദിവസം ഇതുപോലെ പുലി വരണേ എന്ന് വിളിച്ചു. ഇവനെ പോലെ തന്നെ. അപ്പോൾ ആൾക്കാരെന്ത് ചെയ്ത് കൈകൊട്ടിച്ചിരിച്ച്. ഒരിക്കൽ ഒറിജിനൽ പുലി വന്നു. അപ്പൊ അങ്ങനെ പുലി വരണേ ആലറി കിടന്ന് വിളിച്ച്. ആൾക്കാർ വിചാരിച്ച് നമ്മളതിന് പോണത് നമ്മളെ കളിയാക്കാൻ. പക്ഷെ അതിനുശേഷം എന്ത് പറ്റിയെന്നറിയാമോ? കളിയന്റെ വിളി പിന്നെ ആരും കേട്ടില്ല. വലിച്ചേറി കുടിച്ച് പോയി. അപകടം പറ്റും കള്ളം പറഞ്ഞാ. കള്ളം പറയല്ലോ മക്കളെ. അയ്യോ സമ്മതിച്ച്. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ടാ പോണം. ഡാൻസ് പ്രാക്ടീസ് അല്ല. കള്ളം പറഞ്ഞവൻ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. മനസ്സിലായ? ആടെ സത്യം തന്നെ പറഞ്ഞത്. അങ്ങോട്ട് തന്നെ പോണത്. എടാ ഈ കള്ളം പറഞ്ഞ് ശീലിച്ചാലേ അതെ നീ ഒരു സത്യം പറയുമ്പോൾ ആരും വിശ്വസിക്കൂല. ഈ ലോകത്ത് എല്ലാരെയും വിശ്വസിക്കണം. നിന്റെ അമ്മ ഉണ്ടല്ലോ മണ്ടി, അവള് പോലും നിന്നെ വിശ്വസിക്കാതാവും. അമ്മേനെ വെറുതെ മണ്ടി ഒന്നും വിളിക്കല്ലേട്ടാ. ഞാൻ ചുമ്മാ ഒരു ഉദാഹരണത്തിന് പറഞ്ഞല്ലേ. ചുമ്മാ തള്ളരെ മോയ് പടി.
ഊശുന്തടി പോടാ. അച്ഛാ ആ വാ നമുക്ക് കഥ തുടങ്ങണ്ടേ വാ ചെല അച്ഛൻ ഒരു കട്ടൻ കാപ്പി ഇട്ട് കുടിക്കിട്ട് വരാം. വേഗം വരണം വരാടെ, വേഗം ഓടെ. വന്നേക്കണേ. ഓ വാ. ആ അതിനിടയ്ക്ക് പഞ്ചാര കൂടെ വരത്തിട്ട് വാ അവിടുന്ന്. ഓട്. കാലച്ച് പോടാ. വേഗം പറഞ്ഞേ. പഞ്ചാര അയച്ചുകൂടാ. ഇപ്പൊ ഇവിടെ മാമനും അമ്മയും ഉണ്ടാവണായിരുന്നു. മാമൻ എന്തോരം കഥ അറിയാന്നറിയോ? മാമൻ ഇവിടെ വന്നേലേ പിന്നെ ഇവിടെ കഥ പറച്ചിലായിരിക്കില്ല, അംഗമായിരിക്കും. അച്ഛന് കഞ്ചായ ഉണ്ടാക്കാൻ കണ്ട സമയം മനുഷ്യനെ മൂട് കളഞ്ഞ് നല്ല മൂടി വന്നായിരുന്നു. അച്ഛനില്ലേ കഥ പറയണ സമയത്ത് കയ്യിലൊരു ഐസ്ക്രീമും കൂടെ വേണമായിരുന്നു മോനെ. സൂപ്പറായനെ. ചേച്ചി നീ വെറുതെ കൊതിപ്പിക്കല്ലേ. എന്തായാലും ഇപ്പൊ ഇവിടെ ഐസ്ക്രീം ഒന്നും കിട്ടാൻ പോണില്ല. അതുകൊണ്ട് നമ്മുടെ പരമ്പരാഗത ഡ്രിങ്കായ കട്ടൻ ചായ നമുക്ക് കുടിച്ച് മനസ്സ് ശാന്തമാക്കാം കേട്ടാ. പരമ്പരാഗത ഡ്രിങ്കാ? ഇതൊക്കെ എവിടെ നിന്ന് കിട്ടണ് വാക്കുകളൊക്കെ? എന്റെ പൊന്നല്ല ചേച്ചി കൊള്ളാം. ഈ വീട്ടിൽ നിന്നല്ലേ മലയാള അക്ഷരത്തിന്റെ നിഘണ്ടു അടിച്ചിറക്കണേ. പിന്നെയാണ് വാക്കിന് പഞ്ഞിയം. പഞ്ഞിയല്ല പരുത്തിക്കുരു. നീ ആകപ്പാട് പരുത്തിക്കുരുടെ അത്രയല്ലേ ഉള്ളൂ, കാഞ്ഞ വിത്താണ് മോളെ. ഹലോ ആന്റി, ഞാൻ കേശവ ബാലചന്ദ്രൻ തമ്പി. ആന്റി സുഖമാണോ? ആ അല്ലല്ല ചേച്ചിയുടെ ഫോണ്, ചേച്ചിയുടെ. അവിടെ അലീന ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുവോ അവൾക്ക്? ആ എടി നീ എന്താ ഡീലായിട്ട് എന്നെ ഒന്ന് വിളിക്കാത്തത്? അമ്മയെ വിളിച്ചെന്നാ? ഇല്ല. അമ്മ വിളിച്ചോ? അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞില്ലടി. ആ പിന്നെ ആണെങ്കിൽ അച്ഛൻ ഇന്നൊരു പാട്ട് പാടി തന്നു. എനിക്ക് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ. മുത്തശ്ശി ചൊല്ലൊരു മുത്താണേ, കാതിൽ കൈലങ്ങണ സ്വത്താണേ, മണ്ണിൽ മയങ്ങണ എന്തൊരു നിക്കടി ലച്ചു ചേച്ചി. ആ ഹലോ അമ്മേ. അല്ല അച്ഛൻ ഇത്രയല്ല കുറച്ചും കൂടെ പാടി തന്നായിരുന്നു, എനിക്ക് ഓർമ്മയില്ല വരി. ഞാൻ പിന്നെ അച്ഛൻ്റെ ചോദിച്ചിട്ട് പറയാവേ. അമ്മ വെച്ചോ. എപ്പോഴാ കേശു അലീന ഫ്രാൻസിസ് നിന്റെ അമ്മയായേ? നീ വലിയ പാട്ടുകാരനാണല്ലേ. ഇവര് രണ്ടെണ്ണം കൊടുക്കും, അതെനിക്ക് മനസ്സമാധാനം കിട്ടൂല. മര്യാദക്ക് നിന്നില്ലെങ്കിൽ കഥ പറഞ്ഞു തരൂല. കഥ പറഞ്ഞു തരണ്ടേ? ആ കഥ 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 കഥ. ആ കേശു അച്ഛൻ വരാന്നിട്ട് കൊറേ സമയമല്ലോ, നീ ചെന്ന് വിളിക്ക്. വേണ്ട ഇപ്പം വരും. മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദർ, ഇതാണ് എല്ലാരും കൂടിയിരിക്കുന്നത്. ആ വന്ന കള്ളം പറഞ്ഞ് മുങ്ങുന്ന പാർട്ടി. രാവിലെ കഴിഞ്ഞല്ല പിടി വിടുക അതിന്ന്. അതെ നീ സത്യത്തിൽ ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെയല്ലേ പോയേ? അല്ല, ഞാൻ പറയില്ല. അയ്യോ അമ്മയുടെ പുന്നാര കൊണ്ടാണ് ആക്ടേഡ് കണ്ട. എന്ത് രസമായിട്ട് ആക്ടേഡ്, എല്ലാവരും നോക്കിക്കേ. പടി. ആ നല്ല മുടി ചേട്ടാ മഴ വരുന്നു, തലയിൽ മഴ പെയ്യാതെ ഓടിക്കോ. ചെല്ല് ചെല്ല് ഓട്. അതേറിപ്പോ കൂട്ടുകാരെ വണ്ടി കയറ്, മകളെ വണ്ടി കയറ്. എല്ലാരും കഥ വണ്ടി കയറ്. ഞാനും ഉണ്ടപ്പോ. ആ നീ കണ്ടക്ടർ. കണ്ടക്ടറാ? കേറാ. കറിയാ മുടിയ ബെല്ലടിയാ, ഡബിൾ ബെല്ലടിയാ. ആ കാലി ചവിട്ടല്ലേ. പിന്നെ മക്കളെ ഒരു കാര്യം, വണ്ടിയിലെ ഒരു ടയർ തണ്ട പഞ്ചറാണ്, പതുക്കെ പോവും കേട്ടാ. കീറിട്ടാ കീറിട്ടാ. എങ്ങോട്ടാ പോകുന്ന? സ്റ്റോപ്പ്. ഇതിലൂടെ ഡീസൽ അടിക്കിട്ട്. ആ കുറച്ച് സമയം കൊടു. ഡീസൽ അടിക്കിട്ട്. ആ അടിച്ചു കഴിഞ്ഞാ? ആ പൊത്തടിച്ച് പോട്ടെ. ആ പോ. അയ്യേ എന്ത് വലുത്. സ്റ്റോപ്പ്. നിനക്കൊക്കെ കളിക്കണേ കളിച്ചോ, അതിന് അച്ഛനെ കൂട്ടി പിടിക്കണ. അച്ഛനാണ് ഈ കളി കണ്ടുപിടിച്ചത് തന്നെ. അതന്നെ. പോടാ അവിടെ. ഞാനൊന്നുമല്ല, പണ്ട് നമ്മളെ വീട്ടിൽ ഞാനും എൻ്റെ ചേട്ടനും അനിയനും കൂടെ ഇതുപോലെ കയറുകൊണ്ട് കളിക്കും. കംപ്ലീറ്റ് കുളങ്ങളും അമ്പലക്കുളവും പിന്നെ പറമ്പൊക്കെ ചുറ്റും. എന്ത് രസം അറിയാമോ? നല്ല രസം. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. കാര്യം പറയട്ടെ, ഇങ്ങ് വാ.
പടവലത്ത് എല്ലാവർക്കും സുഖം തന്നെ. ആ അവിടെ സുഖം തന്നെ. ശ്രീകുട്ടി എവിടെ? അവനവിടെ ജംഗ്ഷനിൽ ഇറങ്ങി എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരാൻ തോന്നുന്നു. അയ്യോ ഇങ്ങോട്ട് വരുമോ? ആ വരും. ആ എന്തേ? ഒന്നുമില്ല, നീ വണ്ടി കയറി. എടേ കൊണ്ടാക്കാന്ന്. നടക്കണ്ട വണ്ടി കയറി. മകളെ ഇവിടെ കള്ളിയാണ്, ടിക്കറ്റ് എടുക്കൂല. നീ ടിക്കറ്റ് എടുത്തോളാം. അതെ നോക്കിയോളാം. ആ കറിയാ? ആ അളിയാ അളിയാന്ന് മക്കളെ മുടിയാ. സെൽഫ് എടുക്കണ്ടടാ, സെൽഫ് എടുക്കണ്ട, എന്താണ് സെൽഫ് എടുക്കണ്ട. ഞാൻ ഇറങ്ങി പോവാ. നീ ഒന്ന് തള്ള. വണ്ടി എടുക്ക്. എടാ മക്കളെ നീ ക്യാഷ് നീ ഒന്ന് തള്ളടാ. തള്ളു തള്ളു ആ പാലു ഒന്നുമില്ലേ കഴിക്കാൻ? വെളുപ്പാങ്കാലത്ത് അനിയനും ചേച്ചിയും കൂടെ പടവലം വീട്ടിൽ പോയല്ലേ, പിന്നെ ഇവിടെ എന്തോ കാണാൻ കഴിക്കേ? അപ്പൊ ദോശ ഉണ്ടാക്കിയില്ലേ? ദോശ ഉണ്ടാക്കി നമ്മൾ കഴിച്ചു. ഞാൻ ചോറ് വെച്ചിട്ടാണല്ലോ പോയതപ്പോ. ചോറ് മാത്രമല്ലേ ഉണ്ടാക്കിയുള്ളൂ, കറിയൊന്നും ഉണ്ടാക്കിയില്ലല്ലേ? എന്നിട്ട് ചോറും കാണില്ലല്ലോ. അത് നമ്മൾ മുട്ട വരിച്ച് ചോറ് കഴിച്ചു. ശേ, വിശന്നിട്ട് വയറ് വെത്തിട്ട് പോയാ. നീ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണ്ടേ? പടവലം വീട്ടിൽ പോയിട്ട് പച്ചവെള്ളം പോലും കിട്ടിയില്ലേ? അതിന് പച്ചവെള്ളം പോലും കിട്ടാതിരിക്കാൻ ഞാൻ കുളത്തറ ശൂലംകുടി വീട്ടിലല്ലല്ലോ പോയത്. എടീ എന്റെ വീട്ടിൽ ആര് വന്നാലും അകത്തിരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുത്തേ വിടുള്ളൂ. ആ ആഹാരം കൊടുക്കും, 2 അടി ഫ്രീയും. അത് അടി കിട്ടാൻ യോഗ്യതവനെ അടി കൊടുത്തേ വിടുള്ളൂ. ഓ വന്ന് കയറി സ്വസ്ഥത പോയി മനുഷ്യന്റെ. നീ പിന്നെ അവിടെ നിൽക്കത്തടി, ഇവിടെ നമുക്കെങ്കിലും സ്വസ്ഥത കിട്ടിയല്ലേ? ആ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകും. 1 മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ. നോക്കിക്കോ, വേണമെന്നുള്ളവർക്ക് വന്നാൽ മതി കൂടെ. വേണമെന്നുള്ളവർക്ക് വന്നാൽ മതി കൂടെ എന്നാ? ഞാൻ നിന്റെ ഭാര്യയടി. ആ ആയാ അല്ല നിന്റെ മക്കൾ അച്ഛത്താ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ വാ, നീ വാ. നിന്റെ അമ്മ പറഞ്ഞ കേട്ടാ, അവള് പടവലം വീട്ടിൽ ചെന്ന് 1 മാസം നിൽക്കുമെന്നു, നമ്മൾ ആരെയും കൊണ്ടുപോകില്ലാന്ന്. അവള് പോണെങ്കിൽ പോട്ടടാ, നമുക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് നമുക്ക് ജീവിക്കാം. അവള് പോട്ട്. അച്ഛാ അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കാം, പക്ഷെ നിങ്ങൾ എന്നെ അടിക്കരുത്. ഓ അടിക്കൂല. പ്രോമിസ്. പ്രോമിസ്. അച്ഛാ, അച്ഛനും അമ്മയും ശരിക്കും ഇഷ്ടപ്പെട്ടാണ് കെട്ടിയത്, സമ്മതിച്ചു. നിങ്ങളുടെ ജാതക പൊരുത്ത ആരും നോക്കിയിട്ടില്ലേ? ആര് പറഞ്ഞു നോക്കിയിട്ടില്ലെന്ന്? ഞാൻ ഇവിടെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ രാഘവമാമൻ. അച്ഛാ മതി, നിർത്ത്. അച്ഛന്റെ രാഘവമാമൻ നിങ്ങളുടെ പൊരുത്ത് ഒരിക്കലും നോക്കിയിട്ടില്ല. അമ്മയുടെ വീട്ടിൽ നോക്കിയിട്ടുണ്ടോ ആവോ? നോക്കി കൊറേ നോക്കി. നിങ്ങളുടെ വീട്ടുകാര് പൊരുത്തും ചേരാത്ത കല്യാണം നടത്തിയേ. അതെങ്ങനെ? നിങ്ങൾ വാശി പിടിച്ചില്ലേ, അതുകൊണ്ടാണ് നിങ്ങളുടെ രണ്ടുപേരും കല്യാണം നടത്തി തന്നെ. അല്ല മക്കളെ, രാഘവമാമനെ. അച്ഛാ മതി, നിർത്ത്. മരിച്ചുപോയ ആൾക്കാരുടെ പേരും പറഞ്ഞ് കള്ളം പറയല്ലേ. അച്ഛാ വാ നമുക്ക് പോവാം. എവിടെ പോരാൻ അച്ഛനെ കൊണ്ട്? കഥാസാഗരത്തിലേക്ക്. സാഗരം. നീ വാടാ, അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ വാ. നോക്കിക്കോ 2 എണ്ണത്തിന്. എടാ കാശു, എടാ ഞാനേ എന്റെ ജാതകം ഞാൻ രാഘവമാമനെ കൊണ്ട്. എന്റെ അച്ഛൻ നിർത്ത്, മതി. ഈ കേസിന് മൊത്തം നോക്കി ഇനി അച്ഛൻ കള്ളം പറഞ്ഞ. നിനക്ക് എങ്ങനെ മനസ്സിലായി അച്ഛൻ കള്ളം പറയണമെന്ന്? അച്ഛൻ അനങ്ങിയ കേസിന് മനസ്സിലാവും. അതൊക്കെ പോട്ട്. എന്റെ വീട്ടുകാര് ജാതകം നോക്കില്ലാന്ന് നിന്റെ മാമ ശ്രീകുട്ട ഉണ്ടല്ലോ, അവനടുത്ത് പറയരുത്. അവ ഇത് അറിഞ്ഞ പാട്ടും പാടി നടക്കും, വലിയ വിഷയാക്കും അവൻ. ശരി അച്ഛാ, പറയത്തില്ല. ആ നീ പറയത്തില്ലെന്ന് പറയുകയും ചെയ്യും. അവൻ വല്ല അരിയുണ്ടേ പൊരിയുണ്ടേ വാങ്ങിച്ചോണ്ട് വരുമ്പോ അവന്റെ സൈഡ് അങ്ങ് നിൽക്കുകയും ചെയ്യും. കഥയും പാട്ടൊക്കെ ചെയ്യാം, പാടയൊക്കെ ചെയ്യാം. നീ മര്യാദയ്ക്ക് അവിടെ ശ്രീകുട്ടൻ കണ്ടില്ലല്ലേ, വരുമോ? അതൊക്കെ പറയാം. അത് പാളയല്ലേ? എടുത്തോണ്ടോ ആ പാള എടുത്തോണ്ടോ ഓടിവാ. സൂക്ഷിക്കണം കേട്ടാ, അച്ഛനെ സൂക്ഷിക്കണമെന്ന്. ശ്രീകുട്ട മാനടുത്തൊന്നും പറയരുത്. ആ വാള ഇനി വാ. അയ്യോ ഇത് നീളം കൂടിപ്പോയി മക്കളെ. കുഴപ്പമില്ല. ആ നീ കയറി അച്ഛൻ കാണിച്ചുതരാം. നേരത്തെ കയറ് വണ്ടി കളിച്ചില്ലേ? ആ അത് അടുത്ത പാള വണ്ടി. കയറ്. ഓ കയറ്. ആ വണ്ടി പിടിച്ചോ, വണ്ടി പിടിച്ചോ, വിടല്ലേ? ഉള്ളോ? ആ അടുത്ത കയറി. രണ്ടുപേരും കൂടെ ആ പിടിച്ചോ. അച്ഛൻ ഞാനും കേറട്ടെ? നീ ഇപ്പൊ കയറണ്ട, നീ പിന്നെ കറിയാണ്. എടാ നിക്കറ കയറല്ലേ, നിക്കറ കയറി അടി വാങ്ങിക്കും നീ. ആ ഞാനിടാ. എടാ വണ്ടിയിൽ അങ്ങനെയാ ഇരിക്കുന്നത്. അച്ഛൻ വണ്ടി അവളെ പിടിച്ചോ.
എന്റെ അമ്മോ കാശുവിന് നല്ല വെയിറ്റ് കാശുവിന്. കാശു തീറ്റി കുറയ്ക്കണം കേട്ടോ നീ. അച്ഛാ ആ ഇനി അച്ഛൻ കയറാം. അച്ഛൻ കയറാം. അമ്മ മക്കളെ നോക്ക്. വെയിറ്റ് ഇല്ലടാ. ആ കയറ കയറ. ആ ഇല്ലേ അച്ഛന് വലിയ വെയിറ്റ് ഒന്നും ഇല്ലടാ. എന്തോ ഇരുന്നിട്ടേ വലിക്കാവൂ. ഇരുന്നാ ആ വലി വലിയടാ. മതിയാ. ഇനി അടുത്ത ഗ്യാസ് ശിവൻ കയറി. ഞാനുണ്ട് വേണ്ട നീ നോക്കിക്കൊണ്ടു മതി. ഞാനിപ്പോ വലിച്ചതല്ല. പിടിയുടെ കാല് വയ്യടേ. അയ്യോ ആ ഇനി ഗ്യാസ് ശിവൻ കയറി. നീ കയറ ഞാനിപ്പോ നീ പോ. അച്ഛാ വണ്ടി വിട്. ആ നിക്കച്ചാ ഒരു കുട്ടി കയറിയിട്ടില്ല. അമ്മ അച്ഛാ പിള്ളേരെ രാത്തോട്ട് വിടണം. വലി ആ. വലി ആ ആ മിന്നു മിന്നി മിനുമിന മിന്നി മിന്നാ മിനുങ്ങു വന്നിതിലേ. മിന്നു മിന്നി മിനു മിനു മിന്നി മിന്നാ മിനുങ്ങു വന്നിതിലേ. മിന്നു മിന്നി മിനുമിന മിന്നി മിന്നാ മിനുങ്ങു വന്നിതിലേ. മിന്നു മിന്നി മിന്നാ മിനുങ്ങു വന്നിതിലേ. അയ്യോ പാട്ട് കൊള്ളാമോ? പാട്ട് കൊള്ളാം അച്ഛാ. ആ സൂപ്പർ പാട്ടാണ്ട്. ഇത് ആരെഴുതെന്നറിയാമോ? ആരാ? അയ്യോ ഇത് വലിയ കലാകാരനും നാടകാചാര്യനുമായ കാവാലം സാറാണ് എഴുതിയത്. ആരാച്ചത് പാടിയേ? ഇത് അച്ഛന്റെ കൂട്ടുകാരൻ. അച്ഛന്റെ കൂട്ടുകാരൻ പഴവീട് അനിൽകുമാർ. ചുമ്മാ ഞങ്ങൾ വിശ്വസിക്കില്ല. ദൈവത്തിനാണ് അമ്മയാണ് അച്ഛനാണ് പുളുവല്ല സത്യമാണ്. എന്റെ കൂട്ടുകാരനാണ് പാടിയത്. എന്റെ പൊന്നച്ഛ വെറുതെ കള്ളം പറയണ്ട. ഈ കേശുവിന് മനസ്സിലാവും. യാച്ചുവിന് മനസ്സിലാവും. പാടാ അവിടുന്ന്. അച്ഛന്റെ കൂടെ ഇങ്ങനെ വലിയ ആൾക്കാരൊന്നും കൂടൂല. ഞാൻ അവനെ വിളിച്ച് ഫോണിൽ തരാം. അപ്പൊ നിനക്ക് അറിയാല്ലേ. വിളിക്കണ്ട കൊണ്ടത് കാണിച്ചെന്നാ മതി. അല്ല പിന്നെ ഞാൻ ഇരിക്കട്ടെ. അപ്പൊ എന്നാലും വലിക്കണല്ല. നീ പാടാ. നീ പോ. ഇടി വാങ്ങിക്കും ഞാൻ പിള്ളേരെ തള്ളിയിടാൻ. ആ മക്കളിരുന്നോ. പിടിച്ചിട്ടടാ. ആ പിന്നെ ഇനി പാടുന്നു. മിന്നു മിന്നി മിനു മിന മിന്നി മിന്നാ മിനുങ്ങു വന്നിതിലേ. ബാലു എന്തേ ഇങ്ങ് വന്നേ. എന്തേ ഇങ്ങ് വാ. അറിയല്ലേ ഇവിടെ വാ. അടിയോ? ഇല്ല വാ. വായിക്കോട്. എന്ത് എന്നെ ഇതിലിരുത്തി ഒന്ന് വലിക്കുവോ? എന്താന്ന്? ഇതിലിരുത്തി എന്നെ ഒന്ന് വലിക്കുവോന്ന്. അയ്യ അവൾ ആഗ്രഹം മൂതിക്ക് പണിയെടുന്നു. ഞാൻ എഴുതി വലിക്കോ? വിഷമോ? ആ ഇരി ഇരിയടി ഇരി. അവിടെ കെട്ടിയതേ വലിച്ച് നിൽക്കുകയാണ്. എൻ്റെ ഇടയ്ക്ക് ഇനി വലിച്ച് ശരി ശരി എന്നെ വലിച്ച് വീട്ടുകാരെല്ലാം കൂടെ എന്നെ വലിപ്പിച്ച്. ആ പിടി 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 പിടി. പിന്നെ പിന്നെ മിങ്ങ മിങ്ങ മിങ്ങി മിന്നാ മിനുങ്ങി വന്നില്ല വലിയണ മിന്ന മിന്നി മിന്ന മിന്നി മിന്നാ മിനുങ്ങി വന്നില്ലേ. മിന്നാ മിനുങ്ങി വന്നില്ലേ. മിന്നു മിന്നി മിനു മിന മിന്നി മിന്നാ ഏതെല്ലാം വിധത്തിൽ നാണം കെടുത്താൻ പറ്റുമോ ആ വിധത്തിലൊക്കെ നാണം കെടുത്തിക്കോളും. അവൾ ഇരുന്ന് നിരങ്ങ് മാമനാ ഇരുന്ന് നിരങ്ങണ അവള്. നീ വീട്ടിനകത്ത് കയറി ഇരുന്ന് നിരങ്ങടി. വാടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാ. വാടാ ഇങ്ങോട്ട്. എടാ നിനക്ക് പറഞ്ഞുകൂടാ നിന്റെ തള്ളയെടുത്തും നന്ദാരെടുത്തും അയാൾ ഞൊണ്ടി ഞൊണ്ടി നടക്കല്ലേ കാലും വെച്ചോണ്ട് ഞൊണ്ടിക്കാലായി. അങ്ങനെ അടുത്ത കാലം കൂടി ഞാൻ അടിച്ചു ഓടിച്ചു നോക്കിയോ. പാള വലിച്ച് കളിക്കണം. കൊള്ളാല്ലേ ഇത്?
എൻ്റെ അറ്റത്ത് പിടിച്ചാണ് എൻ്റെ അറ്റത്ത് പിടി പിടി എല്ലാരും പിടി പിടിച്ചു തിരിക്കണ എന്തുണ്ടാ നീ എന്താ അമ്മ എന്താ അമ്മ വലിച്ചാണ് വലിച്ചാണ് ആ പാട്ടോട് പിന്നെ